everyone, welcome back to our YouTube channel. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നുള്ള വീഡിയോ, അതായത് വ്ലോഗ് അല്ലാത്ത വേറൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ഹോൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഹോൾ വീഡിയോ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു ബ്രാ ഹോൾ വീഡിയോ. സോ റീസെന്റ് ഞാൻ കുറച്ച് ബ്രാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷൈ അവേ എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന്. അപ്പോൾ ആ ഒരു ആപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഷൈ അവേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് ഒരുപാട് ഓഫേഴ്സിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയും അവരുടെ ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിനെ ഒക്കെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചതായിരുന്നു ഇതിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യണമെന്ന്. കാരണം ഇത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഗേൾസിന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് ബ്രാസ് ഉണ്ടാവുക, ഒരുപാട് കളർഫുൾ ബ്രാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ഈയിടെ ഞാനൊരു ചായ കൂടെ പുറത്തു പോയപ്പോൾ ഞാൻ വേറൊരു ഔട്ട്ലെറ്റിൽ ഇങ്ങനെ പുറത്തേക്ക് കാണാം, അതായത് ഗ്ലാസ് ആണ്, മൊത്തം ഗ്ലാസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട് കുറേ അധികം ബ്രാസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസൈനിൽ കളർഫുൾ ആയിട്ട്. അപ്പോൾ ഞാൻ ഷൈൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു, അതങ്ങോട്ട് നോക്കി നീ കണ്ടിട്ട് എല്ലാം കൂടെ എടുത്ത് കൊണ്ടുവരാൻ തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു കേട്ടോ. അതായത് കുറേ ഇങ്ങനെ വെറൈറ്റി കളക്ഷൻസ് ഓഫ് ബ്രാ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇനി ഞാൻ മാത്രമുള്ളൂ ഇങ്ങനെ, എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കൂ എന്താ നിങ്ങൾക്കും നമുക്ക് മ്യൂച്വൽ ഫീലിങ്സ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. എനിവേ, ഷൈ അവേ എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കുറച്ച് ബ്രാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ടോട്ടൽ 8 ബ്രാ ആണ് ഞാനിപ്പം വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 8 എണ്ണവും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഒരു 2 പ്രോഡക്ട്സും കൂടി ഉണ്ട്, അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബ്രാസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്ന ബ്രാസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോന്നും ഓരോ ടൈപ്പ് ബ്രാസ് ആണ്. ഇതിൽ പാഡഡ് ബ്രാസ് വരുന്നുണ്ട്, ഹൈ സപ്പോർട്ട് ബ്രാസ്, അങ്ങനെ പല ഐറ്റംസ് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചിലർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രാസിനെ കുറിച്ചും എന്തൊക്കെ വെറൈറ്റീസ് ആണുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാവും. എന്നാൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ അല്ലെങ്കിൽ പണ്ട് മുതൽ യൂസ് ചെയ്ത് വരുന്ന എന്തെങ്കിലും ടൈപ്പ് കോട്ടൻ്റെ റൗണ്ട് സ്റ്റിച്ച് ബ്രായോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഒരൊറ്റ ബ്രാനെ കുറിച്ച് മാത്രം അവയർനെസ് ഉണ്ടാവുള്ളൂ. ആ ഒരു ബ്രാ ആയിരിക്കും ഏത് ഡ്രസ്സിലേക്ക് ഇടുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓരോ ടൈപ്പ് ഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ബ്രാസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റിൽ. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അതിനെക്കുറിച്ച് അധികം അവയർനെസ് ഇല്ലാത്ത ആൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആവും. പോരാത്തതിന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പെർട്ടിക്കുലർ ടൈപ്പ് ബ്രാസും എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ബ്രാസിന്റെ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ടൈപ്പ് ബ്രാസ് ഉണ്ട്. പാഡഡ് ബ്രാ, നോൺ പാഡഡ് ബ്രാ, ഹൈ സപ്പോർട്ട് ബ്രാ, മിനിമൈസഡ് ബ്രാ, സ്പോർട്സ് ബ്രാ, ഇങ്ങനെ ഇഷ്ടം പോലെ ക്യാമി ബ്രാ, ഇങ്ങനെ ഇഷ്ടം പോലെ ടൈപ്പ് ബ്രാസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ ഒക്കേഷൻസിലേക്ക്, ഓരോ പെർട്ടിക്കുലർ ഡ്രസ്സിലേക്ക് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഒക്കെയുള്ള ബ്രാസ് ആണ്. ഇപ്പോൾ ടീഷർട്ട് ബ്രാ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടീഷർട്ട്സിലേക്കും ഒക്കെ വെയർ ചെയ്യാനായിട്ടുള്ള ബ്രാസ്. പിന്നെ അതുപോലെ പാഡഡ് ബ്രാ ആണെന്നുണ്ടെങ്കിൽ പാഡ് വരും. അതുപോലെ വയേർഡ് ബ്രാ ഉണ്ട്, അതായത് നമുക്ക് കുറച്ചും കൂടി ഒരു ഹെവി ബ്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കൂടെ സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള ബ്രാസ്. ഇങ്ങനെ പല ടൈപ്പ് ബ്രാസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കൂടുതൽ ബ്രസ്റ്റ് നമുക്കുണ്ട്, അതിനൊന്നും കൂടെ നമുക്ക് കുറഞ്ഞിട്ട് ഉള്ളതായിട്ട് അപ്പിയർ ആക്കണം പുറത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിനിമൈസഡ് ബ്രാ, ഇങ്ങനെ ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ബ്രാസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു 8 ഐറ്റംസ്, ഒരു ഡിഫറെന്റ് 8 ബ്രാസ് ആണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു 8 എണ്ണത്തിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രായാണ് കേട്ടോ. സോ അത് ഈ ഒരു ബ്രായാണ്. കണ്ടോ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും ഒക്കെ കേട്ടോ. നമ്മളിത് വെയർ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പുറത്തേക്ക് കാണിക്കാനല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തരുന്ന അങ്ങനെ ഒരു ബ്രാ കേട്ടോ. പിന്നെ ഈ ഒരു ബ്രാൻഡ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാഡഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പാഡ് വരുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഉൾഭാഗത്ത് വരുന്നത്. അപ്പൊ നമുക്ക് വെയർ ചെയ്താലും തന്നെ ആ ഒരു എന്താ പറയാ, നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. പിന്നെ പാഡ്സ് വരുന്നുണ്ട്. ഈ പാഡ്സ് നമുക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് ഒന്നും കൂടെ നല്ല ഷേപ്പിൽ അപ്പിയർ ആവും. നമ്മുടെ ഡ്രസ്സിന്റെ പുറത്തേക്ക് കൂടെ കാണുമ്പോൾ ഒന്നും കൂടെ നല്ല ഒരു ഷേപ്പിൽ നിൽക്കും. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ കുറച്ച്
എന്താ പറയാ, നമ്മളുടെ നിപ്പിൾസ് ഒക്കെ വിസിബിൾ ആവുമല്ലോ ചില ഡ്രസ്സിൽ. നമ്മൾ ചില ഡ്രസ്സസ് വെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒട്ടി നിൽക്കുന്ന ടീഷർട്ട്സോ അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ ഈ നിപ്പിൾസ് ചിലപ്പോൾ പുറത്തേക്ക് അപ്പിയർ ആവും. അപ്പം അങ്ങനെ അപ്പിയർ ആവാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പാഡഡ് ബ്രാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ബ്രാൻഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയേർഡ് ആണ്. വയേർഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും അടിഭാഗത്ത്, അതായത് ബ്രസ്റ്റിന്റെ ഈ ഒരു അടിഭാഗത്ത് ഇതിനൊന്നും കൂടെ ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. ണ്ടോ, ഇവിടെ ഒന്നും കൂടെ ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്കുള്ള ഒരു ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ അത്യാവശ്യം ഒരു ഹെവി ബ്രസ്റ്റ്സ് ഒക്കെയാണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒരു സപ്പോർട്ട് തരും. അതായത് ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പല ബ്രാസും ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ബ്രസ്റ്റ് ഇതിനടിയിലൂടെ ഇങ്ങനെ വരുന്നതായിട്ട് ചിലപ്പോഴെങ്കിലും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു ബ്രസ്റ്റിന്റെ വെയിറ്റിനെ താങ്ങാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതിന്റെ ഈ ഒരു വാൻഡ് നമുക്ക് തരാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കോ ഒക്കെ ഒരു നല്ല ഹൈ സപ്പോർട്ട് തരുന്ന ഒരു ബ്രായാണ് ഇത് കേട്ടോ. കാരണം ഈ ഒരു വയർ നമുക്ക് ആ ഒരു നല്ല സപ്പോർട്ട് തരും. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇതിന്റെ ഭംഗി കൊണ്ട് നമുക്കിത് പുറത്തിട്ട് നടക്കാന്ന് വരെ തോന്നും. അത്രക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രാ ആണ്. ഈവൻ ഇതിന്റെ കളർ ആണെങ്കിലും നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു മറൂൺ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതിനിങ്ങനെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം ഭാഗത്ത്. ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഈ ഒരു ബാക്കിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതിനിങ്ങനെ ഒരു ലേസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഹുക്കിന്റെ ഭാഗത്ത് കണ്ടോ, മോസ്റ്റ് ഓഫ് ദ ബ്രാസിനും 2 ഹുക്സ് ആണ് വരിക. ഇതിന് ടോട്ടൽ 3 ഹുക്കുകൾ ഉണ്ട്. അപ്പൊ 3 ഹുക്ക് ഉള്ളത് കൊണ്ടും ഈ ഒരു ഭാഗം നല്ല വീതി ഉള്ളത് കൊണ്ടും, അതായത് ഈ ഒരു ഭാഗം നല്ല വീതി ഉള്ളത് കൊണ്ടും നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഈ ഒരു 2 സൈഡിലൊക്കെ ആയിട്ട് നല്ല കവറേജ് തരും കേട്ടോ. നല്ല കവറേജും തരും. മാത്രമല്ല നമുക്ക് ഒന്നും കൂടി ഒരു കംഫർട്ടബിൾ വെയറിങ്ങും കൂടി ആയിരിക്കും. ഒരുപാട് നമുക്ക് ഈ ഒരു പാൻറ് ഇങ്ങനെ നമുക്ക് ഇവിടെ സ്ട്രെയിൻ ഉണ്ടാവില്ല. അപ്പൊ ചിലർക്കൊക്കെ ഇവിടെ ടൈറ്റ് ആയിട്ട് ഇടുമ്പോൾ അവിടെ മാത്രം ഇങ്ങനെ ബോഡി റെഡിഷ് ആയിട്ട് ഇങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ്, ഈവൻ ഇപ്പൊ എന്റെ പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ ആണെങ്കിലും സിസ്റ്റേഴ്സിന്റെ ഒക്കെ നമ്മൾ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. പല നമ്മൾ ലേഡീസ് ടോക്ക് ആകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് അങ്ങനെ ആ ഒരു റെഡിഷ് അപ്പിയറൻസ് ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കൊന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വീതി കൂടുതലാവണം. പിന്നെ 3 ഹുക്സും കൂടി ഉള്ള ബ്രാസിന് കേട്ടോ. അപ്പൊ അങ്ങനെ നല്ല സപ്പോർട്ടും ഒക്കെ തരുന്ന ഒരു പെർട്ടിക്കുലർ ബ്രായാണ് ഇത്. സൂസി പർപ്പിൾ പോർഷൻ ലേസ് ബോട്ടം പാഡഡ് വയേർഡ് ബ്രാ. അപ്പൊ ഞാൻ ആ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ ഞാൻ റീഡ് ചെയ്ത ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രൂപ്പിലെ എൻ്റെ 2ാമത്തെ ഫേവറേറ്റ് ബ്രാ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമുക്ക് ഷയവേ ആപ്പിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു 1000 എബോ അല്ലെങ്കിൽ 999 ഒക്കെ പ്രൈസ് ഉള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ബ്രാൻഡ്സിന്റെ ബ്രാസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഓഫേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് buy 3 for 899, അതുപോലെ തന്നെ buy 3 for 1199, അതായത് 1199 രൂപയ്ക്ക് 3 ബ്രാ, അതുപോലെ തന്നെ 899 രൂപയ്ക്ക് 3 ബ്രാ. ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സ് എപ്പോഴും ഷയവേ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഉണ്ട് ഓഫേഴ്സ്. ഫ്ലാറ്റ് 50% ഓഫിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഫ്ലാറ്റ് 40% ഡിസ്കൗണ്ടിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ബ്രാസ് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അതിനുണ്ട് ഓഫേഴ്സ്. അതിനൊക്കെ ആണെങ്കിൽ 1299 രൂപയ്ക്ക് 2 ബ്രാ. അപ്പൊ ആ രൂപത്തിൽ ഇഷ്ടംപോലെ ഓഫേഴ്സ് നിങ്ങൾക്ക് ഷയവേ വെബ്സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഓഫേഴ്സും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ബ്രാസിലെ എൻ്റെ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാ ആണ് കാണിക്കാൻ പോകുന്നത്. അത് ഈ ഒരു ബ്രാ ആണ് കേട്ടോ. ഇതും ഒരു പാഡഡ് ബ്രാ ആണ്. പക്ഷെ ആദ്യം കാണിച്ചതിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയേർഡ് അല്ല, താഴെ ഈ വയറില്ല. അപ്പൊ ഇതൊരു പാഡഡ് ആണ്, പക്ഷെ വയറില്ലാത്ത ടൈപ്പ് ബ്രാ ആണ്. ഇതിന്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതിന്റെ പുറത്തേക്കുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്, കണ്ടോ? ഈ ഒരു ഡിസൈന്, ഇതിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു ബ്രാൻഡ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊന്നും കൂടെ വീതി വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല ഹെവി ബ്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക്, അതായത് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്തേക്കുള്ള സ്ട്രെയിൻ കുറവായിരിക്കും. പലപ്പോഴും നമ്മൾ നല്ല ബ്രാ നല്ല ടൈറ്റിൽ വെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇവിടെ റെഡ് കളറായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെയിൻ, ഇവിടേക്ക് നമുക്കുള്ള ആ ഒരു സ്ട്രെയിന് നമുക്കൊന്നും കൂടെ കുറക്കാൻ പറ്റും. ഇങ്ങനെ വീതിയുള്ള സ്ട്രാപ്പുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ബ്രാ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് വരുന്നത് ഒരു കോപ്പർ ഷെയ്ഡിലാണ് കേട്ടോ, കണ്ടോ? ഇത് മെറ്റൽ ആണ് മെറ്റീരിയൽ, നല്ലൊരു കോപ്പർ കളറിലാണ് വരുന്നത്. ടോട്ടൽ ഇതിന്റെ ആ ഒരു ഔട്ട്ലുക്ക് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രാ കേട്ടോ. പിന്നെ ഇതിന്റെ ആണെന്നുണ്ടെങ്കിലും ഈ സൈഡിലേക്ക് വരുന്ന പോർഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, നല്ല വീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് തടിച്ച ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ബ്രാ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കുറച്ച് ഫ്ലഷ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് പലപ്പോഴും വിസിബിൾ ആയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഒതുക്കാനും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല സപ്പോർട്ട് തരാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആണ് ഇങ്ങനത്തെ ബ്രാസ്. ഇവിടെ നമുക്ക് ഇത്ര വീതി വരുന്ന ബ്രാസ് കേട്ടോ. പിന്നെ ഇതിനാണെന്നുണ്ടെങ്കിലും 3 ഹുക്കാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ടും കംഫർട്ട് വെയറിങ്ങും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ അടുത്ത ബ്രാ. ഇതിന്റെ ബ്രാൻഡ് നെയിം വരുന്നത് ടാബു ആണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, ടാബു. ഇതിന്റെ പേര് ടാബു ടോപ്പ് ബ്രൗൺ എവറിഡേ സാറ്റിൻ ഫിനിഷ് പാഡഡ് വയർ ഫ്രീ ബ്രാ. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. തേർഡ് മോസ്റ്റ് ഫേവറേറ്റ് ബ്രാ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. ഷയവേ ആപ്പില് നമുക്ക് നമ്മളുടെ ബ്രസ്റ്റ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് സൈസ് അല്ല, ബ്രാ സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു മെഷറിംഗ് ടേപ്പ് ആണ് നമ്മളുടെ കയ്യിൽ വേണ്ടത്. എന്നിട്ട് ആ ഒരു മെഷറിംഗ് ടേപ്പ് കൊണ്ട് നമ്മളുടെ അണ്ടർ ബസ്റ്റും അതുപോലെ ബസ്റ്റ് സൈസും നമ്മൾ മെഷർ ചെയ്യണം. അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ ഇവിടെ ഒരു സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നമ്മൾ സെന്റിമീറ്റേഴ്സിൽ നമ്മളുടെ അളവെടുക്കുക. അത് നിങ്ങൾ ഒരു ബ്രാ ഇട്ടിട്ട്, ഏതെങ്കിലും ഒരു ബ്രാ ഇട്ടിട്ട് തന്നെ ഈ അളവെടുക്കണം കേട്ടോ. രണ്ടും കൊടുക്കുമ്പോൾ അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞുതരും ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ബ്രാ സൈസ് എന്നുള്ളത്. ഇപ്പൊ 34B ആണെങ്കിൽ 34B, 34C ആണെങ്കിൽ 34C, അല്ലെങ്കിൽ 34D, അങ്ങനെ ഏതാണ് നിങ്ങളുടെ സൈസ് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞുതരും. ഈ ഒരു സൈസ് നമ്മൾ കൊടുത്താൽ മതി, കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ പ്രോപ്പർ സൈസിലുള്ള ബ്രാ നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മുടെ ബ്രാ പ്രോപ്പർ സൈസ് അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം, ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുറിച്ച് പുറത്തോട്ട് നിൽക്കും നമ്മുടെ ഫ്ലഷ്. നിങ്ങൾക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ബ്രാസ് ഒക്കെ നമ്മൾ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പോർഷൻസിലൊരു പൊന്തി നിൽക്കും, ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുക, ഇങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവും. പോരാത്തിന് നമുക്ക് ഭയങ്കര ഒരു വീർപ്പ് മുട്ടുന്ന, ശ്വാസം മുട്ടുന്ന എഫക്റ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് ബ്രാ സൈസ് കുറഞ്ഞ സൈസാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം. പിന്നെ നമ്മൾ വാങ്ങുന്ന ബ്രാ സൈസ് കൂടി പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻസിലാവില്ല നിൽക്കുക. ചെറുതായിട്ട് ചിലപ്പോൾ ഒരു സാഗിങ് ഉണ്ടാവും, അതായത് തൂങ്ങിക്കിടക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവില്ല മൊത്തത്തിൽ. പോരാത്തിന് ഭയങ്കര സൈസ് ഉള്ളതായിട്ട് അപ്പിയർ ആവും ചെയ്യും. അപ്പോൾ എപ്പോഴും പ്രോപ്പർ സൈസിലുള്ള ബ്രാ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രാ സൈസ് കാൽക്കുലേറ്റർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ അതായത് തേർഡ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാ ആണ്. ദിസ് വൺ നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ കേട്ടോ. ഇതും പാഡഡ് ബ്രാ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ ആ ഒരു ഉൾവശത്താണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇവിടെ വരുന്നത് എലാസ്റ്റിക് ആണ്. ഇതിന്റെ ഈ ഒരു മിഡിൽ പോർഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, ജസ്റ്റ് ഒരു ക്യൂട്ട് ടൈ, പിന്നെ ഒരു ബീഡും വരുന്നുണ്ട് ഇതിന്റെ സെന്ററിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. ഇതിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൈഡിൽ അത്യാവശ്യം വീതി വരുന്നതുകൊണ്ട് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും. പിന്നെ 3 ഹുക്കാണ് വരുന്നത് കേട്ടോ, 3 ഹുക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് ഈ ഒരു ഭാഗത്തു നിന്ന് ഡിറ്റാച്ചബിൾ ആണ്. ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങാനും നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാപ്പ് കാണാതെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത.
നമുക്കിത് തിരിച്ചിങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ബ്രാ എന്ന് പറയുന്നത് ഇതും സൂസി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. സൂസി ഡസ്റ്റി ടോർക്വിസ് ലേസ് നെക്ക് ലൈൻ പാഡഡ് എവറിഡേ ബ്രാ. പിന്നെ ചില ബ്രാസ് നമുക്ക് ഫുൾ കവറേജ് തരുന്നതായിരിക്കും, ചിലത് നമുക്കൊരു 3/4 കവറേജ് ആയിരിക്കും തരിക. അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരു പെർട്ടിക്കുലർ ബ്രാ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പാണ്, എങ്ങനെയാണ് അതിന്റെ ക്ലോത്ത് വരുന്നത്, അതിന്റെ ഫിറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്, 3/4 കവറേജ് ആണോ ഫുൾ കവറേജ് ആണോ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പുഷപ്പ് ആണോ പുഷപ്പ് ബ്രാ ആണോ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരെണ്ണം കാണിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഒരു പീച്ച് കളറിൽ റെഡ് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. നല്ലൊരു ക്യൂട്ട് ബ്രാ കേട്ടോ. ഇത് പാഡഡ് അല്ല, പാഡ് ഇല്ലാത്ത നോൺ പാഡഡ് ബ്രാ ആണ്. പിന്നെ വയേർഡ് ഒന്നും അല്ല, നമുക്ക് ജസ്റ്റ് എപ്പോഴും വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. 3 ഹൂക്സ് ആണ് ഇതിനും വരുന്നത്. ഇത് സൂസി കാൻഡിൽ ലൈറ്റ് പീച്ച് ഫ്ലോറൽ പ്രിന്റഡ് നോൺ പാഡഡ് ബ്രാ. ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് നല്ലൊരു ക്യൂട്ട് ബ്രാ ആണ് കേട്ടോ. നമുക്ക് ഡെയിലി ഒക്കെ വെയർ ചെയ്യാനായിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാ ആണ്. അപ്പൊ ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇതാണ്. നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഒരു ബ്രാ കേട്ടോ. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട്. ഇതിന് ഇവിടെയും കൂടെ ഒരു എലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്, കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നിപ്പിൾസ് ഒന്നും ഒരുപാട് പ്രൊജക്റ്റ് ആയി നിൽക്കാതെ അത്യാവശ്യം നമുക്കൊരു കവറേജ് അതിനും കിട്ടും. ഡബിൾ ലൈനിങ് ആണ് വരുന്നത്, കണ്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോർഷന് അഡ്ജസ്റ്റബിൾ അല്ല, കണ്ടോ. ഇവിടെയൊക്കെ ആ ഒരു എലാസ്റ്റിക് ആണ് വരുന്നത്. നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് മുതലാണ് ആ ഒരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് വരുന്നത്. സൂസി ഫെയറി റെഡ് നോൺ പാഡഡ് മോൾഡഡ് പ്ലഞ്ച് ബ്രാ. അപ്പോൾ പ്ലഞ്ച് ബ്രാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ബ്രസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടുത്തുള്ള പോലെ ഫീൽ ചെയ്യിപ്പിക്കാൻ, അതായത് ഇപ്പൊ നമുക്ക് ആ ക്ലീവേജ് ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. നമ്മൾ ക്ലീവേജ് ഒന്നും ഷോ ഓഫ് ചെയ്യാത്ത ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് നോ ഡിഫറൻസ്. ബട്ട് കുറച്ചുകൂടെ ക്ലീവേജ് ഷോ ഓഫ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾ വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രസ്റ്റ് ഒന്നും കൂടെ ക്ലോസ്ലി ആയിട്ടായിരിക്കും ഈ ഒരു പ്ലഞ്ച് ബ്രാ വെയർ ചെയ്താൽ നമുക്ക് ഉണ്ടാവുക. ആ ഒരു വി ഷേപ്പ് നമുക്ക് ഒന്നും കൂടെ ഡിഫൈൻഡ് ആയിട്ടുണ്ടാകും. ഇനി പ്ലഞ്ച് ബ്രാ അല്ലാതെ പുഷപ്പ് ബ്രാ ആണ് നിങ്ങൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് ഒന്നും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ബ്രാസിനെയാണ് നമ്മൾ പുഷപ്പ് ബ്രാ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ബ്രാ എന്ന് പറയുന്നതും മറ്റേ ആദ്യം നമ്മൾ റെഡ് കണ്ട പോലെ അതിന്റെ സെയിം ഒരു നല്ലൊരു ഓറഞ്ച് പീച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് പേര് സൂസി ഡൂബറി ഓറഞ്ച് നോൺ പാഡഡ് മോൾഡഡ് പ്ലഞ്ച് ബ്രാ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതും ഒരു പ്ലഞ്ച് ബ്രായാണ്. സോ സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്സ് ഡിസൈൻ, ഇതിന് കണ്ടോ ഇതിന്റെ എലാസ്റ്റിക്കിന്റെ അവിടെ ഒരു വേറൊരു ഡിസൈനിലാണ് വരുന്നത്. ഒരു വേവ് സ്ട്രക്ചർ ഉണ്ട്, കണ്ടോ. പിന്നെ ഇതിനിവിടെ ഒരു അഡീഷണൽ ഒരു പോർഷൻ വരുന്നുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ആ ഒരു എഫക്റ്റിനെ, ഈ ബ്രാ തരുന്ന എഫക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബോട്ടം ലൈനിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. നല്ല കളർ കേട്ടോ, എല്ലാം നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതും. സോ ഇതാണ് സെക്കൻഡ് വൺ. അടുത്തത് ഈ ഒരു സ്പോർട്സ് ബ്രാ ആണ്. ഇപ്പൊ സ്പോർട്സ് ബ്രാ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ജിമ്മിലേക്ക് വെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കളിക്കുകയാണ് അപ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബ്രായാണ് സ്പോർട്സ് ബ്രാ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു പാറ്റേൺ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്. പിന്നെ ഇത് പാഡഡ് ആണ്. ഇതിന്റെ ഫുൾ നെയിം ഞാൻ വായിക്കാം. ഷൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഇത്. ഷൈൽ ബ്ലാക്ക് ബ്യൂട്ടി റേസർ ബാക്ക് കട്ട് ഔട്ട് സ്പോർട്സ് ബ്രാ. ഓക്കെ, അപ്പം ഇതെല്ലാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ സൈസ് ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് നല്ലൊരു സപ്പോർട്ട് നമുക്ക് തരും. ഇവിടെ നല്ല വീതിയുള്ള ഒരു എലാസ്റ്റിക് ആണ് വരുന്നത്, കണ്ടോ. നല്ല വീതിയിലാണ് ഇതിന്റെ ഒരു എലാസ്റ്റിക് ബോട്ടം സൈഡിൽ വരുന്നത്. പിന്നെ ഇതിന്റെ പാഡ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ പാഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന് 2 ഹുക്കാണ് കേട്ടോ വരുന്നത്.
അതായത് ബാക്കിൽ ഇതിന് ഓൾറെഡി നമുക്ക് സപ്പോർട്ട് തരാനായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിനിവിടെ 2 ഹുക്സ് ആണ് വരുന്നത്. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ബ്രാ. ഇതിന്റെ ഫുൾ നെയിം ഞാൻ വായിക്കാം. ഇതും ഷൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഷൈൽ അലേസൺ സ്കിൻ ട്രേസർ ബാക്ക് റിമൂവബിൾ പാഡിംഗ് സ്പോർട്സ് ബ്രാ. ഇതിന്റെ പാഡ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതതിന്റെ ഉൾവശമാണ്. ഇതിന്റെ ഈ ഒരു പാഡ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, റിമൂവബിൾ ആണ്. ഇപ്പം നമുക്ക് ഈ പാഡ് വേണ്ട എന്നാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാഡ്സ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ പാഡ്സ് റിമൂവ് ചെയ്തിട്ടും നമുക്കിത് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ ബാക്കിൽ മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. പിന്നെ 2 ഹുക്സ് ആണ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ബ്രാ. ഇപ്പൊ ടോട്ടൽ ഞാൻ 8 ബ്രാസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ബ്രാക്ക് നമുക്ക് ഈ ഒരു കപ്പ് നേരെ തിരിച്ചിതിന്റെ അകത്തേക്ക് വെക്കാനും പറ്റും കേട്ടോ. ഇപ്പൊ നമുക്ക് കപ്പ് വേണം എന്ന് തോന്നുകയാണ് പിന്നീട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇറക്കി വെക്കാനും പറ്റും. കണ്ടോ, അതുപോലെ നമുക്ക് സിംപ്ലി ഇതിന്റെ അകത്തേക്ക് തന്നെ ഇത് വെച്ചു കൊടുക്കാനും വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു സംഭവം കൂടി കാണിച്ചു തരാന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു 8 ബ്രാസ് ഓർഡർ ചെയ്തതിന് പുറമെ നമ്മുടെ ഓർഡർ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഷൈവേന്ന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു 2 പാൻറ്റീസും കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ബ്രാസ് വാങ്ങിയപ്പോൾ എനിക്കൊരു 2 പാൻറ്റീസും കൂടെ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാൻറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നമ്മളുടെ സൈസ് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു പാൻറ്റീസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതും വേറെ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് സൂസി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് കേട്ടോ. 95% കോട്ടൺ ആണ്. പിന്നെ 5% ഇലാസ്റ്റിൻ. അതാണ് ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാല്. ഓക്കെ, അത്യാവശ്യം നമുക്ക് നല്ല കവറേജ് തരുന്ന നല്ല പാൻറ്റിയാണ് രണ്ടും. അപ്പൊ ഇതും ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ഓഫേഴ്സിന് പുറമെ നമുക്ക് ഇത്രയും ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഓഫേഴ്സ് എല്ലാം നോക്കാം. നിങ്ങൾ ഒരുപാട് ബ്രാസ് ആഡ് ചെയ്താലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണെങ്കിലും ഒരുപാട് ക്യാഷൊന്നും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഓരോ പ്രൊഡക്ട്സ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഓഫേഴ്സും ഒക്കെ കിട്ടി. വളരെ കുറഞ്ഞ എമൗണ്ടിനാണ് എനിക്ക് ഇത്രയും പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഓരോ ബ്രാസിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഞാൻ കാണിച്ചതിന്റെ ഓർഡറിൽ കൊടുക്കാം. അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്, ഈവൻ നിങ്ങൾ ബിഗിനേഴ്സ് ആയിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമന്റ്സ്. പിന്നെ ഇതൊന്നും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടോ ആരും മടി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ജനറലി ഞാൻ ചില വീഡിയോസിലെങ്കിലും കണ്ടിട്ടുണ്ട് ഇതൊരു ലേഡീസ് ഓൺലി വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇതൊരു ലേഡീസ് ഓൺലി ലേഡീസ് ഓൺലി വീഡിയോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഈവൻ ജെൻസിനാണെന്നുണ്ടെങ്കിലും ഇതിന്റെ അവയർനെസ് നിങ്ങൾക്ക് വൈഫ്സ് ഉണ്ടാവും, മദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാം. അതായത് ഒരുപാട് സ്ത്രീകള് ഈ ബ്രാൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് അറിയാതെ പണ്ട് മുതൽക്ക് അവൈലബിൾ ആയിട്ടുള്ള കോട്ടന്റെ റൗണ്ട് സ്റ്റിച്ച് ബ്രായൊക്കെ വളരെ ബുദ്ധിമുട്ടി ഇടുന്നവരും ബ്രസ്റ്റ് പ്രോപ്പർ ആയിട്ട് നിൽക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ബ്രാ സൈസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഒരുപാട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മര്യാദയ്ക്ക് വെയർ ചെയ്യാൻ പറ്റാത്തൊക്കെ സ്ത്രീകള് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങളുടെ സിസ്റ്റർ ആയിരിക്കാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ മദർ ആയിരിക്കാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന പുരുഷന്മാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ആർക്കും ഈ ഒരു വീഡിയോ കാണാം, നിങ്ങളുടെ ആവശ്യമുള്ള ആൾക്കാർക്ക് എല്ലാം ഷെയർ ചെയ്യുക. ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ ദ കമന്റ്സ്. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ഇഫ് ഐ നോ. സോ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. സോ അപ്പൊ ഇത്രയാണ് എനിക്കിന്ന് കാണിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.